സോളാർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പരിചിന്തിക്കുന്ന വിഷയം ഇൻവെർട്ടറിൻ്റെ കുറവുകൾ എന്തെല്ലാം എന്നുള്ളതാണ്. കേരളത്തിൽ ഇന്ന് 20 ലക്ഷത്തിലധികം ഇൻവെർട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. കറണ്ട് പോകുമ്പോൾ തടസ്സമില്ലാത്ത വൈദ്യുതി നൽകുന്നതിന് ഇൻവെർട്ടറുകൾ ഗണ്യമായ പങ്കുവഹിക്കുന്നു. എന്നിരുന്നാലും സാധാരണ ആൾ ചിന്തിക്കാത്ത ചില നഷ്ടങ്ങളും ഈ ഇൻവെർട്ടറിലുണ്ട്. അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സാധാരണ ഒരു ഇൻവെർട്ടറിൻ്റെ ബാറ്ററി 3 മുതൽ 5 വർഷം വരെ ശരാശരി ആയുസ് ലഭിക്കുന്നു. ഒരു 150 ബാറ്ററിക്ക് 15,000 രൂപയോളം വരുന്നു. അതായത് നമുക്ക് ഒരു വർഷം 3,000 രൂപ ബാറ്ററി എക്സ്പെൻസ് നമുക്ക് വരുന്നു. ഇനി സാധാരണ ബാറ്ററിക്ക് ലെഡ് ആസിഡ് ബാറ്ററിക്ക് 3 ചാർജിങ് മെത്തേഡുകളാണുള്ളത്. 1 വോൾട്ടേജ്, 2 കറണ്ട്, 3 ഫ്ലോട്ടിങ്. ഇതിൽ വോൾട്ടേജ് കറണ്ടും ചാർജിങ് കട്ടാവും, എന്നാൽ ഫ്ലോട്ടിംഗ് ചാർജ് എല്ലായ്പ്പോഴും തുടർന്നുകൊണ്ടിരിക്കും. അതായത് 24 മണിക്കൂറും ബാറ്ററിക്ക് ചാർജ് കൊടുത്തുകൊണ്ടിരിക്കും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ലെഡ് ആസിഡ് ബാറ്ററിക്ക് സെൽഫ് ഡിസ്ചാർജിങ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരു ദിവസം ഇൻവെർട്ടർ ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് ഒരു 1/4 യൂണിറ്റ് പാഴായി പോകുന്നു. അതായത് ഒരു മാസം നമുക്ക് ശരാശരി 8 യൂണിറ്റ് ഇൻവെർട്ടർ ഉപയോഗിച്ചില്ലേ തന്നെ അത് പാഴായി പോകുന്നു. അതുകൊണ്ടാണ് ഇൻവെർട്ടർ വെക്കുമ്പോൾ സാധാരണ കറണ്ട് ചാർജ് കൂടുതൽ വരുന്നത്. ഇനി ബാറ്ററി പഴകിയാലോ, 4-5 വർഷം കഴിഞ്ഞ് പഴകിയാലോ, അല്ലെങ്കിൽ ബാറ്ററിയുടെ കട്ട് ഓഫ് വർക്ക് ചെയ്യുന്നില്ലെങ്കിലോ, ഇപ്പോൾ ബാറ്ററിയുടെ 1ഉം 2ഉം ചാർജിങ് കട്ട് ഓഫ് ആകില്ല. അപ്പോൾ ഒരു ദിവസം 1 യൂണിറ്റ് മുതൽ 2 യൂണിറ്റ് വരെ ബാറ്ററിക്ക് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു മാസം 30 യൂണിറ്റോ 50 യൂണിറ്റോ ഒക്കെ കറണ്ട് ചാർജ് കൂടുതൽ വരും. അതാണ് ചില സമയങ്ങളിൽ ഇൻവെർട്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കറണ്ട് ബില്ല് കൂടുതൽ വരുന്നതിൻ്റെ മറ്റൊരു കാരണം. ഇനി ഇൻവെർട്ടറുകളിൽ ഉപയോഗിക്കുന്ന C20 ബാറ്ററികളാണ്. അതായത് 20 മണിക്കൂർ കൊണ്ടാണ് ആ ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ടതെന്ന് അർത്ഥം. ഉദാഹരണത്തിന് 150 ബാറ്ററി ആണെങ്കിൽ 20 മണിക്കൂർ എന്ന് പറയുമ്പോൾ 1 മണിക്കൂറിൽ 7.5 ആംപിയർ ആണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ എത്ര വാട്ട്സ് ഡിസ്ചാർജ് ചെയ്യാന്നുള്ളത് 7.5 ഗുണം അതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നതാണ് വാട്ട്സ്. അതായത് നമുക്ക് 90 വാട്ട്സാണ് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുന്നത്. ഒരു ടി വിയും 2 ഫാനും 1-2 LED ലൈറ്റും മാത്രമേ കമ്പനി പറയുന്ന പോലെ നമുക്കൊരു C20 ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ ബാറ്ററിയുടെ സൈക്കിളുകൾ 800 സൈക്കിളാണ്. അതായത് ഒരു ചാർജിങ് ഒരു ഡിസ്ചാർജിങ് ഉൾപ്പെടെ 800 പ്രാവശ്യം ചാർജ് ചെയ്യാം. അതായത് ആഴ്ച 2 പ്രാവശ്യം കറണ്ട് പോകണമെങ്കിൽ തന്നെ നമുക്ക് ഏതാണ്ട് 7 വർഷം 8 വർഷമൊക്കെ ആ ബാറ്ററി നിൽക്കേണ്ടതാണ്. എന്നാൽ 3-4 വർഷം പോകുന്നതിൻ്റെ കാരണം കമ്പനി 90 വാട്ട്സ് കണക്ട് ചെയ്യാൻ പറഞ്ഞ ബാറ്ററിയിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു 500 വാട്ട്സ്, അതിലെ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ ഒക്കെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ബാറ്ററിയുടെ ലൈഫ് പിന്നെയും കുറയുന്നു. ഇതുകൊണ്ടാണ് അതിൻ്റെ സ്റ്റോറേജ് കുറയുന്നതും ആ ബാറ്ററി കംപ്ലൈൻ്റ് ആകുന്നതിൻ്റെ പ്രധാന കാരണം. ഇനി മറ്റൊരു സംഗതിയുണ്ട്. നമ്മുടെ വീട്ടിലെ വോൾട്ടേജ് കുറയുമ്പോൾ ഇൻവെർട്ടറിൻ്റെ വോൾട്ടേജും കുറയും. ഇങ്ങനെ കുറഞ്ഞ വോൾട്ടേജിൽ നമ്മുടെ കമ്പ്യൂട്ടർ, LED, അതുപോലെ തന്നെ ബൾബുകൾ, മറ്റു ഉപകരണങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആ ഉപകരണങ്ങൾ കംപ്ലൈൻ്റ് ആകും. എന്നാൽ നമ്മളൊരു സോളാർ ഇൻവെർട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഈ വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻവെർട്ടറിൽ നിന്ന് അതിനനുയോജ്യമായ വോൾട്ടേജ് നൽകും. അപ്പോൾ നമ്മൾക്ക് സോളാർ ഇൻവെർട്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഉപകരണങ്ങൾ കേടാകുന്നത് ഒഴിവാക്കാനായിട്ട് നമുക്ക് സഹായിക്കും. ഇനി ഒരു ബാറ്ററിക്ക് നമ്മൾ 1200 വാട്ട്സ് കൊടുത്താൽ അത് തിരികെ 200 വാട്ട്സ് കുറച്ചേ തരികയുള്ളൂ. അതായത് 1000 വാട്ട്സേ തരികയുള്ളൂ. കാരണം അതിന് തന്നെ ലോസ് പോവും. ഇങ്ങനെ നമുക്ക് കറണ്ട് ചാർജ് കൂടാനുള്ള കാര്യങ്ങളുണ്ട്. ശരി, ഇതൊക്കെ എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുന്നത്? നമ്മുടെ നിലവിലുള്ള ഇൻവെർട്ടറിൽ ഒരു 400 വാട്ട്സ് സോളാർ പാനൽ കണക്ട് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ 2 മാസത്തെ കറണ്ട് ബില്ലിൽ 50 മുതൽ 75 യൂണിറ്റ് വരെ കറണ്ട് ബില്ല് യൂണിറ്റ് ചാർജ് കുറയും. അപ്പോൾ നമുക്കൊരു 500 മുതൽ 1500 രൂപ വരെ കറണ്ട് ബില്ല് കുറവ് വരുന്നു. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിശയിക്കും, ഒരു 75 യൂണിറ്റ് കുറഞ്ഞാൽ എങ്ങനെയാണ് ഇത്രയും കറണ്ട് ചാർജ് കുറയുന്നതെന്ന്. KSBയുടെ താരിഫിനൊരു പ്രത്യേകതയുണ്ട്. ടെലസ്കോപ്പിക്കിൽ നിന്ന് നോൺ ടെലസ്കോപ്പിക്കിലേക്ക് പോയാൽ ഒരു യൂണിറ്റിന് നമ്മൾ 340 രൂപ വരെ കൊടുക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഒരു മാസം 500 യൂണിറ്റ് ഉപയോഗിക്കുന്ന ആൾ 501 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു യൂണിറ്റിന് 340 രൂപയൊക്കെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ നിലവിലുള്ള ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ ആക്കുകയാണെങ്കിൽ കൂടുതൽ ലാഭം കിട്ടുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ നമുക്ക് കുറച്ച് യൂണിറ്റ് കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യും, ആ സ്ലാബിൽ നിന്ന് അടുത്ത സ്ലാബിലേക്ക്, താഴെയുള്ള സ്ലാബിലേക്ക് മാറും. അപ്പോഴും നമുക്ക് എന്ത് പറ്റും, കറണ്ട് ചാർജ് കുറയുന്നു.
ഇന്ന് നമുക്ക് സാധാരണ ഇൻവെർട്ടറിനെ സോളാർ ഇൻവെർട്ടർ ആക്കാൻ തക്കവണ്ണം ഓട്ടോ കട്ട് ഓഫ് ചാർജ് കൺട്രോൾ അല്ലെങ്കിൽ റെട്രോഫിറ്റ് നിലവിലുള്ള ഇൻവെർട്ടറിനെ സോളാർ ഇൻവെർട്ടർ ആക്കുന്ന എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ചാർജ് കൺട്രോളർ മാർക്കറ്റിൽ ലഭ്യമാണ്. നമ്മൾ അങ്ങനെയുള്ളത് വാങ്ങിച്ച് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ളത് വാങ്ങുമ്പോൾ വോൾട്ടേജും കറണ്ടും കൺട്രോൾ ചെയ്യുന്ന ചാർജ് കൺട്രോളർ വാങ്ങാൻ ശ്രമിക്കുക. കാരണം നമ്മൾ കുറച്ച് നാളുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ലിഥിയം ബാറ്ററി ആയിരിക്കും ഉപയോഗിക്കുക. അപ്പം ഇങ്ങനെയുള്ള ചാർജ് കൺട്രോൾ ലിഥിയം ബാറ്ററിക്ക് സപ്പോർട്ട് ചെയ്യും. ഇനി നമ്മുടെ വീട്ടിലിരിക്കുന്ന C20 ബാറ്ററി ആണെങ്കിലോ അതിലും നമുക്ക് ഈ സോളാർ പാനൽ വെച്ച് വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ചാർജിങ് ഡിസ്ചാർജിങ് നടക്കുന്നതിനാൽ ബാറ്ററിയുടെ ലൈഫ് പെട്ടെന്ന് കുറയുന്നില്ല. അത് ബാറ്ററിക്ക് നല്ലതാണ്. ഇനിയും ചാർജ് കൺട്രോളർ വാങ്ങുമ്പോൾ ആംബിയർ ലിമിറ്റുള്ള ചാർജ് കൺട്രോളർ വാങ്ങേണ്ടതുണ്ട്. കാരണം ഒരു ബാറ്ററിക്ക് കൂടുതൽ ആംബിയർ കൊടുത്തു കഴിഞ്ഞാൽ ആ ബാറ്ററിയുടെ ലൈഫും കുറയും, സ്റ്റോറേജും കുറയും, അത് കംപ്ലൈൻ്റ് ആവുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മറ്റൊരു ഗുണം, നമുക്ക് എല്ലാ ദിവസവും പത്രത്തിൽ കാണുന്നതാണ് വൈദ്യുതി മുടക്കമെന്ന്. ചിലപ്പോൾ 10 മണി തൊട്ട് 5 മണി വരെ ആയിരിക്കും മുടക്കം. ചിലപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ 4-5 മണിക്കൂറേ പ്രവർത്തിക്കുകയുള്ളൂ. ഒരു സോളാർ പാനൽ അതിലൂടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് വൈദ്യുതി തടസ്സമില്ലാതെ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ കണക്ട് ലോഡ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററിയേക്കാൾ ലിഥിയം ബാറ്ററി ആയിരിക്കും ഏറ്റവും നല്ലത്. ലിഥിയം ബാറ്ററിയും അതിൻ്റെ ചാർജ് കൺട്രോളും തമ്മിൽ നന്നായിട്ട് സിങ്ക്രണൈസ് ചെയ്യേണ്ടതുണ്ട്. ഇത് പല ടെക്നീഷ്യന്മാർക്കും അതെങ്ങനെ സിങ്ക്രണൈസ് ചെയ്യുന്ന അറിയില്ലാത്തതുകൊണ്ടാണ് നമുക്ക് സാധാരണ ലിഥിയം ബാറ്ററി വെച്ച് വരുമ്പോൾ കംപ്ലൈൻറ്റ് വരുന്നത്. കാരണം അതിൻ്റെ പരിശീലനം നേടിയിട്ടില്ല. ലിഥിയം ബാറ്ററി ഇപ്പോൾ നമ്മുടെ ഇവിടെ നാടുകളിൽ കുറച്ച് നാളുകളായുള്ളൂ ലിഥിയം ബാറ്ററിയൊക്കെ ഉപയോഗിച്ച് വരുന്നത്. ഇപ്പോൾ വരവ് ചിലവുകളൊക്കെ കണക്കാക്കുകയാണെങ്കിൽ നിലവിലുള്ള ഇൻവെർട്ടറിനെ സോളാർ ഇൻവെർട്ടർ ആക്കുന്നതായിരിക്കും ഏറ്റവും മെച്ചമായ സംഗതി. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. സോളാർ ടെക് ട്രെയിനിങ് അക്കാദമി സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള പരിശീലനം കൊടുക്കുന്നു. അതുകൂടാതെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ, അതായത് എങ്ങനെ എനർജി ചാർജ് കുറയ്ക്കാം, അതുപോലെ എഫിഷ്യൻസി ഉള്ള രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള നിർദ്ദേശങ്ങളും കൊടുക്കുന്നു. നിങ്ങളെല്ലാവരും ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.